ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. നമ്മളത് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് പോയി എടുത്ത വണ്ടിയാണ്. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് എടുക്കാൻ നേരത്തെ വണ്ടി അവിടുന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായിരുന്നു. വന്ന് നമ്മൾ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി ഓഫായി പോയി. നോക്കുമ്പോൾ അതിൽ പെട്രോൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മളത് ചവിട്ടി തള്ളിയിട്ടാണ് വണ്ടി നമ്മൾ ഷോപ്പിലേക്ക് എത്തിച്ചത്, വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചത്. എന്നിട്ട് നമ്മൾ വർക്കിന് കയറ്റി കഴിഞ്ഞപ്പോൾ അതിൽ പെട്രോൾ ഒഴിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് കാർബറേറ്ററിൽ ഓവർഫ്ലോൻ്റെ ഒരു കംപ്ലൈൻറ്റ് കണ്ടു. ഓവർഫ്ലോ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ കാർബറേറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു. കാർബറേറ്റർ ഫുള്ളായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കാർബറേറ്ററിൽ ചെടി ഉണ്ടായിരിക്കുന്ന ഒരു അംശമുണ്ട് കാർബറേറ്ററിൽ. അത് മാത്രമല്ല നമുക്ക് അതിൻ്റെ ഈ സ്ലോ ജെറ്റ് ഈ ഫ്ലോട്ട് വാൾവ് മാറണം. അതുപോലെ അതിൻ്റെ ഈ സ്ലോ ജെറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ്. ഇതും രണ്ടും മാറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ. ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓവർഫ്ലോ മാറും എന്നുള്ളൊരു ഉറപ്പൊന്നുമില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബറേറ്ററിലും ഒരു കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് തൽക്കാലം ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് ഈ രണ്ട് പാർട്സ് ഒന്ന് മാറ്റി വെച്ച് നോക്കാം. എന്നിട്ട് വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ടിങ് ആക്കി നോക്കാം. എന്നിട്ട് ഓവർഫ്ലോ വീണ്ടും റിപ്പീറ്റ് കാണിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർബറേറ്റർ മാറ്റി കളയേണ്ടി വരും കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ആ കൂട്ടത്തിൽ തന്നെ ആ പ്ലഗ് കൂടി ഒന്ന് മാറ്റിയിടണം നമുക്ക്. പിന്നെ മെയിനായിട്ട് പറഞ്ഞാൽ സെൽഫിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ സെൽഫ് നമ്മൾ വേറൊരു ബാറ്ററി വെച്ച് നോക്കി സെൽഫ് മോട്ടറൊക്കെ കുറയ്ക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒരു വേറെ ബാറ്ററി വെച്ച് നോക്കിയതാണ്. വണ്ടിയിൽ ഇരുന്ന ബാറ്ററി ഇതാണ്, മറ്റേ ഒരു മിൻഡ പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് ആണ് കാണിക്കുന്നത്. ബാറ്ററി മാറ്റി കഴിഞ്ഞാലാണ് സെൽഫ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. ബാറ്ററി കംപ്ലൈൻ്റ് ആണ് സെൽഫ് വർക്ക് ചെയ്യുക. എന്നിട്ട് വേണം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒഴിച്ച് നോക്കിയിട്ട് വേണം ബാക്കിയുള്ള കംപ്ലൈൻറ്റ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ഫ്രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം പൊട്ടിക്കിടക്കണം, അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു. നോക്കുമ്പോൾ ഈ കവറൊക്കെ ഇവിടെ പൊട്ടിയിരിക്കുന്നതാണ്. ഈ ഹെഡ്ലൈറ്റ് പിടിപ്പിക്കണ ബോട്ടിൻ്റെ ഭാഗമാണ് ഈ ഭാഗം പൊട്ടിയിരിക്കുകയാണ്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ സ്ക്രൂ ചെയ്യുന്ന ഭാഗം പൊട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പീസ് പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കവറ് മാറ്റിക്കഴിഞ്ഞാണ് കറക്റ്റായിട്ട് ഹെഡ്ലൈറ്റ് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം ടൈയോ അല്ല സ്ക്രൂയൊക്കെ ചെയ്തിട്ട് പിടിപ്പിക്കാനേ പറ്റുള്ളൂ. എന്നാലും ഒരു സൗണ്ടും ഹെഡ്ലൈറ്റ് കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല. കറക്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് ആ ബോഡി കവർ മാറ്റിയാലാണ് അത് കൃത്യമായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ബാക്കി നമുക്ക് ആ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ നമുക്കത് മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി നമ്മൾ മാറ്റുന്നുണ്ട്. അത്യാവശ്യം ലെവലും കുറവുണ്ട് കേട്ടോ. അപ്പോൾ ആ കാർബറേറ്ററിൻ്റെ ഓവർഫ്ലോൻ്റെ നീഡിലും സോജറ്റൊക്കെ ഒന്ന് മാറ്റി പ്ലഗൊക്കെ ഒന്ന് മാറ്റിയിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, ഓടിച്ച് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് എന്നുള്ളത് ഓടിച്ച് നോക്കി കഴിഞ്ഞാലാണ് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഓടിച്ച് നോക്കാൻ പറ്റിയിട്ടില്ല. അത് നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. ഓക്കെ, ആ ഫ്രണ്ട് ബോഡി കവർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതുകൂടി ഒന്ന് പറയണം. അത് മാറ്റണോ വേണ്ടതോ തൽക്കാലം സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. കൂടി നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി.